ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം വരെ ഒരു യാത്ര പോവാണ്. ഫുൾ ഡേ ഞങ്ങൾ തിരുവനന്തപുരത്ത് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് തമ്മിലും അങ്ങനെ ഇട്ടേക്കുന്നത്. ആദ്യം തന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി ബലി ഇടണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനെ 5 മണി ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. ഇതെല്ലാം അവിടുത്തെ രാവിലത്തെ കാഴ്ചകളാണ്. ഞങ്ങൾ അതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് രാവിലെ തന്നെ പിള്ളേർ സ്കേറ്റിംഗ് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ അമ്പലത്തിലെത്തി. തിരുവല്ലത്ത് ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ബലിയിടാനായിട്ട് പോയത്. ചേട്ടനും അച്ഛനുമാണ് ബലിയിടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ആമയെ കാണാവോ? ഇത് ഞാൻ കണ്ടില്ല കേട്ടോ, നീലുവാണ് ഇത് കണ്ടുപിടിച്ചത്. ഇവിടെ എല്ലാവരും അമ്പലത്തിനകത്ത് ബലി ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങി കാക്കയ്ക്ക് ചോറ് കൊടുക്കുകയാണ്. കാക്കയല്ല, പക്ഷെ ചോറുണ്ടെന്ന് ഇവിടെ പ്രാവാണ്. അങ്ങനെ ചേട്ടനും അച്ഛനും കുളിച്ച് തോർത്തൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ അവിടെ ഒരു സെറ്റ് ആൾക്കാർ ബലി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു, ബാക്കി ഒരു സെറ്റ് ആൾക്കാർ വെളി ക്യൂ നിൽക്കുമായിരുന്നു. അങ്ങനെ ക്യൂ നിന്ന് ചേട്ടനും അച്ഛനും അകത്ത് കയറി ബലിയിട്ടു. ചേട്ടനും അച്ഛനും ബലി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അമ്മയൊക്കെ അകത്ത് കയറി തൊഴുതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഞങ്ങൾ അടുത്ത അമ്പലത്തിലോട്ട് പോവാണ്. ഞങ്ങൾ അവിടെ ഫേമസ് ആയിട്ടുള്ള ചെങ്കലിൽ പോവുകയാണ്. അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ സംതിങ്. പിന്നെ സ്പീഡിൽ പോവുകയാണെങ്കിൽ 1/2 മണിക്കൂർ എടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെങ്കലിലെത്തി. അവിടെ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിനും വിശക്കുന്നത് കൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തോ ഗുരുവായൂരിൻ്റെ ആംബിയൻസ് പോലെ അതൊക്കെ തന്നെ തോന്നി. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെ 2 ആനയുണ്ട്. നീലുവിന് ആനയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവളെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. പക്ഷെ അവൾക്ക് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നു. ഞങ്ങൾ അകത്ത് കയറാൻ നേരത്തും അവൾ വെളിയിലോട്ട് ഇറങ്ങി ആനയടിക്കെ പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴാനായിട്ട്.
പക്ഷേ ഒരു കാര്യം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. നമുക്ക് കാല് വരെ പൊള്ളും. നമുക്ക് ആ തറയിലൊന്നും കാല് വെക്കാൻ പറ്റത്തില്ല, അതുപോലെ പൊള്ളലേക്കും നമുക്ക്. പിന്നെ വൈകുന്നേരത്തെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പോയിട്ടില്ല. ഞാൻ ഇന്ന് തന്നെ ഇപ്പം ആദ്യമായിട്ടാണ് ഞാനിവിടെ പോകുന്നത്. അപ്പോൾ ഇവിടെ പകലുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് ഭയങ്കര വെയിലാണ്. വെയിലുള്ള സമയത്ത് നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ ചൂടും കാലാണ് നമ്മുടെ പൊള്ളും. പിന്നെ ഇതൊക്കെ അവിടുത്തെ സ്വാമിയും പിന്നെ ഈ അമ്പലം ഉണ്ടായതും ശിവലിംഗം പണിഞ്ഞതിൻ്റെ ഒക്കെയുള്ള ഫോട്ടോസും കാര്യങ്ങളും ആണ്. അങ്ങനെ ഞങ്ങൾ ശിവലിംഗത്തിൻ്റെ അകത്ത് കയറാൻ പോവാണ്. അവിടെ ഫോൺ അലൗഡ് അല്ല, നമ്മൾ ഫോൺ അവിടെ കളക്ട് ചെയ്യണം. എന്നിട്ട് ഫോൺ ഇല്ലാതാണ് നമ്മളെ അകത്തോട്ട് കയറ്റി വിടുന്നത്. അങ്ങനെ ഞങ്ങൾ ശിവലിംഗത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. പിന്നെ ഞങ്ങൾ ശിവലിംഗത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ കുറച്ച് ഞങ്ങൾക്ക് 2 or 3 എങ്ങാണ്ടേ കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ ഓടുക, പോയി ഫോട്ടോ എടുക്കുക, തിരിച്ചു വരിക, റെസ്റ്റ് എടുക്കുക, ഓടുക, പോവുക, ഫോട്ടോ എടുക്കുക, റെസ്റ്റ് എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് നല്ല രീതിയിൽ പൊള്ളും. അവിടെ എല്ലാം ഈ കല്ലായതുകൊണ്ട് കല്ലൊക്കെ നല്ല ചൂടായിട്ട് കിടക്കുക. നീലിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എവിടെയെങ്കിലും പാട്ട് കേട്ടാലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. അവൾ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ വന്ന് അവളോട് ഡാൻസ് കളിച്ചോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഉടനെ ഞങ്ങൾ പോയി ഐസ്ക്രീം മേടിച്ചു. അതുപോലെ ചൂടായിരുന്നു. ഇന്ന് നമ്മൾ പോയ അമ്പലത്തിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് അതൊരു ചെറിയ ലാഗിങ് ആണെന്ന് തോന്നുന്നു. ആ ശിവലിംഗത്തിന്റെ അതിനകത്ത് കയറി ഒരുപാട് നേരം നമുക്ക് അതിനകത്ത് നിൽക്കാൻ. അതിപ്പോ പലരുടെ അഭിപ്രായങ്ങളല്ലേ, പലരും ഇഷ്ടപ്പെടുത്തില്ല അത് അങ്ങനെ ഒരു കാര്യം. ഒത്തിരി നേരം തന്നെയല്ല, AC ഇല്ല, ഒരുപാട് ചൂടും കാര്യങ്ങളുമൊക്കെ. കാര്യങ്ങളുണ്ടെങ്കിലും അവരെ കൊണ്ട് കഴിവതും പരമാവധി അവർ ഫാൻ ഫിറ്റ് ചെയ്ത് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടും AC ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവർ AC ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാനിൻ്റെ അടുത്തായിരുന്നു ഒരു ഫാനിൻ്റെ ആ ഒരു 2-3 ഫാൻ ഉണ്ടായിരുന്നു. കേടായിരുന്നു, എന്നാലും വലിയ പ്രശ്നമില്ല. അത് കാണാനും പറ്റി. ഒരു പുതിയൊരു അനുഭവമായിരുന്നു, ആസ്വദിക്കാൻ പറ്റി, എല്ലാം മനസ്സിലാക്കാനും പറ്റി. 200 രൂപയാണ് എൻ്റെ ചാർജ്. കേൾക്കുമ്പോൾ 200 രൂപ എന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും നമുക്ക് 200 രൂപ കൈ വെച്ചോണ്ടിരുന്നാലും സാധിക്കത്തില്ലല്ലോ. കാണാൻ പറ്റുന്ന കാണണം, ഒരു പ്രാവശ്യം എന്തെങ്കിലും കാണണം. അമ്മ പറയുന്നത് കേൾക്കുന്നില്ല. ഉള്ളൂ ആ പെണ്ണുമ്പള്ള ചാരി നെച്ചിട്ട് കഞ്ഞി കുടിക്കുന്നതിനാണ് അമ്മക്ക് പറയാനുള്ളല്ലോ. നല്ലൊരു അനുഭവമായിരുന്നു. ഇനി കാണാൻ വരാൻ പറ്റാത്തവരെങ്ങനെയെങ്കിലും വരാൻ നോക്കണം. ഇതൊരു നല്ലൊരു അനുഭവമാണ്. കാരണം കാണേണ്ട ഒരു കാര്യമാണ്. എത്ര ശിവലിംഗം കാണാൻ പറ്റും. ഒരു കൈലാസത്തിൽ ചെന്ന രീതി, ഒരു പ്രതീതി ഉണ്ട്. നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാനൊരു ഗൈഡുണ്ട്. അതെല്ലാം കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോഴും ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നി. പിന്നെ വരാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും രാവിലെ വന്നു കഴിഞ്ഞാൽ 12 മണിയാകുമ്പോഴത്തേക്കും ക്ഷേത്രം അടയ്ക്കും. ശിവപാർവതി പ്രതിഷ്ഠയുള്ളൊരു അമ്പലമാണ്, അത് അടയ്ക്കും. അതിന് മുമ്പ് വരാമെങ്കിൽ അവിടെ കണ്ട് അവരെ ദർശിച്ച് ഈ പറയുന്ന ശിവലിംഗത്തിൽ കൂടെ കയറി ചൂട് വെയിൽ കാണാം. ചൂട് നല്ല അവർ കഴിവതും ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് സ്ഥലത്ത് നമുക്ക്
ഇച്ചിരി ആവിയൊക്കെ തോന്നും, എന്നാലും വേണ്ടുകയില്ല. വലിയ കഷ്ടപ്പാടില്ലാതെ എല്ലാം ഭംഗിയായിട്ട് കണ്ടു. നല്ലതായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മനസ്സിനൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നി അതെല്ലാം കണ്ടപ്പോൾ. ഇതിൽ അമ്മ പറയുന്നത് അമ്മയുടെ എക്സ്പീരിയൻസ് ആണ്, ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിൽ പോവാണ്, ബീച്ചിലേക്ക്. നീലുവിന് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകുന്നത്. വെള്ളത്തിൽ കളിക്കാനല്ല, മണ്ണിൽ കളിക്കാൻ. അവൾ വെള്ളത്തിൽ ഇറങ്ങത്തില്ല, അവൾക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അവൾക്ക് അവിടുത്തെ മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും അവൾക്ക് ബീച്ചിൽ പോകണം. ആദ്യം ഞങ്ങൾ പോയത് കോളത്താണ്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശന്നായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പ്ലാനറ്റോറിയത്തിൽ പോയി. പിന്നെ അവിടെ കയറി അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ ആക്ച്വലി അവിടെ വന്നത് പ്ലാനറ്റോറിയം ഷോ കാണാനാണ്. പക്ഷേ ഞങ്ങൾ 5 പേരേ ഉള്ളായിരുന്നു അത് കാണാൻ, അതുകൊണ്ട് അത് പ്ലേ ചെയ്തില്ല അവർ. നീലുണ്ട് നീലിനെ കയറി. കമ്പ് വെച്ചിരുന്നുണ്ട്, ആ ഗ്ലാസ് അറിയത്തില്ല. അവിടെ തന്നെ തലവുണ്ട്. ഇനി അവിടെ നല്ല എടുക്കണം. ഇവിടെ ഇത് നമ്മൾ എടുക്കട്ടോ. ഇവിടെ തലയുണ്ട്, ഇതിൻ്റെ തന്നെ ഇതാണ് പ്രവർത്തിപ്പിച്ച് കറങ്ങുന്ന തകിടില് കറക്റ്റ് സമയപ്പോൾ വീഡിയോ പിന്നെ അവിടെ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പാർക്കിലേക്ക് പോയി കുഞ്ഞിന് കളിക്കാനായിട്ട്. അവിടെ മുട്ടോ മോയെന്നിട്ട് ഇടിച്ച് അപ്പുറത്തോട്ട്
കുഞ്ഞുമാറ് എന്റെ അച്ഛൻ എന്തോ കാണിക്കുന്നത് നോക്കിക്കേ. പാർക്കിൽ നിന്ന് ഞങ്ങൾ വീണ്ടും പ്ലാനറ്റോറിയത്തേക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ 3:30 ആയപ്പോൾ ഒരു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 3D ഷോ. അപ്പോൾ അത് കാണാനായിട്ടുള്ള ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വന്നത് അടുത്ത ബീച്ചിലേക്കാണ്, ശംഖുമുഖത്തേക്കാണ് വന്നത്. അവിടെ വന്നപ്പോൾ ആദ്യം ഞങ്ങൾ കണ്ടത് സ്പായാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചാടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നല്ല സുഖമുണ്ടായിരുന്നു. നല്ല ഇക്കിളി എടുക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആണ്. പക്ഷെ നമ്മുടെ കാലിലെ അഴുക്കും കാര്യങ്ങളൊക്കെ, ഡെഡ് സ്കിന്നൊക്കെ എല്ലാം മീൻ തിന്നു കഴിഞ്ഞു. 10 മിനിറ്റ് 60 രൂപ എങ്ങാണ്ടാണ്, അതോ 5 മിനിറ്റാണ് 60 രൂപ എന്നറിയത്തില്ല. ഞങ്ങൾ എന്തായാലും 10 മിനിറ്റത്തെയാണ് 3 പേരെ എടുത്തത്. പിന്നെ ഞങ്ങൾ അടുത്തത് അവിടെയും പാർക്കുണ്ടായിരുന്നു. അപ്പോൾ നീലിനെയും കൊണ്ട് അങ്ങോട്ട് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് അവളൊന്ന് ഉറങ്ങി എണീറ്റായിരുന്നു. അതിൻ്റെയാണ് ഈ ചാട്ടം. അങ്ങനെ നോക്കി ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ട്രെയിനിൽ കയറി.
ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് അവളെ ഞങ്ങൾ ഇതിൽ കയറ്റാൻ നോക്കി. പക്ഷേ ഇത് അവൾക്ക് ഭയങ്കര പേടിയാണ്. കുഞ്ഞായിരുന്നപ്പോൾ അവൾ മോന്തയും കൊടുത്ത് വീണായിരുന്നു, നമുക്ക് ശ്വാസം മുട്ടിയായിരുന്നു. അതേ പിന്നെ അവൾ ഇത്തെ കയറത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി, ബീച്ചിൽ കളിക്കാനായിട്ട്. വെള്ളത്തിൽ ഇറങ്ങാൻ നീല് വന്നില്ല, അവൾക്ക് വെള്ളം പേടിയാണ്. അപ്പോൾ അവൾ മണ്ണിലിരുന്ന് കളിക്കുമായിരുന്നു. ഞങ്ങൾ 3 പേരും വെള്ളത്തിലിറങ്ങി കളിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിൽ കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ അപ്പച്ചയുടെ വീട്ടിലൊക്കെ പോയായിരുന്നു. അപ്പോഴത്തേക്കിന് നല്ല ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വീട്ടിൽ ചെന്നത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ. കുഞ്ഞാ ഒത്തിരി കറക്കല്ലേ ഒറ്റ ടൈമിൽ ഒരാളെ പറ്റത്തുള്ളൂ. ഇവിടെ കഷ്ടപ്പെടുന്നൊന്നും കാണുന്നില്ലല്ലേ.